എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ ഗൈസ്, എത്ര നാളുകൾക്ക് ശേഷമാണ് ഈ വേഷം കിട്ടണതെന്ന് ചെറിയ കാലത്ത് തന്നെ കണ്ണാടി വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് നല്ല വെയിലാവും. അപ്പോൾ പിന്നെ എനിക്ക് കണ്ണ് പുളിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് കണ്ണട വെച്ചു. അതുപോലെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, വെള്ളം കുപ്പി എടുത്തിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്ന് ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങാൻ പോവാണ്. ഇന്ന് കറക്റ്റ് ദിവസം ആഗസ്റ്റ് 15-ാം തീയതിയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. എന്തൊക്കെയാണ് സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ നടക്കണതെന്ന് അറിഞ്ഞിട്ട് വരാം. ഇന്ന് കുറേ റൈഡുകൾ അവിടെ ഇടുന്ന നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ആരെയും കാണില്ല, എനിക്കറിയില്ല. ലെറ്റ്സ് സീ. സോ നമ്മൾ നേരെ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡെയിലി പാർട്ട്ണർ ആയ ബെറ്റിക്കുട്ടിനെ എടുത്തു. അനിയൻ ഉപയോഗിച്ച് ഞാൻ അതൊന്നും പറയാൻ എക്സ്ക്യൂസ് പറയാൻ ഇതല്ല, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ കൂടി അവൻ തീരുമാനമാക്കിയിട്ടുണ്ട്. സോ നമ്മൾ അയ്യോ തണുക്കണ്. ഈ സമയത്തൊന്ന് ഇറങ്ങി ശീലമില്ലാത്ത കാരനെ കുറച്ചധികം നാളായിട്ടുണ്ട്. പുതിയ ഷോപ്പ് നമ്മുടെ തുറന്നു, രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങി. അങ്ങനെ ഒരു 3-4 മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണിപ്പോൾ നടുവൊന്നും വളയണില്ല റോഡ് ബൈക്കിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഭയങ്കര ഒരു ഡിഫറെൻറ്റ്, അത്രയ്ക്ക് വലിയ ഫീലൊന്നുമില്ല. എന്നാലും ഞാൻ പോളിയൂട്ടർ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കറങ്ങാറുണ്ട്. ഇത് ഫുള്ള് ബെറ്റിക്കുട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ബറ്റാലിയൻ്റെ V0 V1 ആണ്. ഇപ്പോൾ കറൻ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ് വണ്ടി. എൻട്രി ലെവൽ റോഡ് ബൈക്കാണ്. ടൂറിനി ഗ്രൂപ്പ് സെറ്റ് വരുന്ന ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും റോഡ് ബൈക്ക് എക്സ്പീരിയൻസ് ലഭിക്കണം എന്ന് കരുതി കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഒരു ബൈക്കാണ് ബെറ്റിക്കുട്ടൻ, ബറ്റാലിയൻ്റെ V0 V1 കേട്ടോ. നമ്മളതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് സീ. വേറെ ഒന്നുമില്ല, ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. എത്ര റൈഡേഴ്സിനെ കാണാം, ഫുഡ് എവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ അതാണ് ഇന്നത്തെ റൈഡിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്ന സുഹൃത്തുക്കളെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡെക്കാത്ലോണിൽ നിന്നും അങ്ങനെ പല പല ഗ്രൂപ്പുകളിൽ നിന്നും വടക്കുന്നാഥൻ്റെ അവിടേക്ക് റൈഡുണ്ട്. അപ്പോൾ ഞാനത് അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെ വരണേ, ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയാൽ പോരെ. ലെറ്റ്സ് സീ. ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് ആക്ച്വലി അവർ റൈഡ് ചെയ്തിട്ട് ക്രിസ്റ്റഫർ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ, അവിടേക്ക് എത്തിയെന്നാണ് പറഞ്ഞേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് നമുക്ക് അവരെ പിടിക്കാം. എന്നിട്ട് ഇതൊരു ഗ്രൂപ്പ് റൈഡാക്കി മാറ്റാം സുഹൃത്തുക്കളെ. എല്ലായിടത്തും അലങ്കോലപ്പണികൾ നന്നായി ചെയ്യുന്നുണ്ട്. സർക്കാസ്റ്റിക്കലി പറഞ്ഞതാട്ടോ, ഇനി അതിനെക്കുറിച്ച് പ്രശ്നമൊക്കെയല്ലേ. അലങ്കാരപ്പണികൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സിനിമയിലത്തെ ഡയലോഗ് ഇപ്പോൾ കയറി വരും, മെൽക്കൗ എന്നൊക്കെ പറഞ്ഞിട്ടു. ഓയ് അടിപൊളി അടിപൊളി. കാലത്തത്തെ റൈഡ് കുറേ മിസ് ചെയ്തു ഗൈസ്. ഇനി നമ്മുടെ പോളിയൂട്ടനായിട്ട് ഇറങ്ങണം. ബെറ്റിക്കുട്ടനായിട്ട് ഇറങ്ങി ഇനി പോളിയൂട്ടനായിട്ട് ഒരു അർബൻ ഫ്രീ റൈഡ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ്. അതിൽ അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ കൃതാപ്തനായി. കുറച്ച് ആൾക്കാരെ വരണുള്ളൂ തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാം, കുറച്ച് പേര് വരുന്നുണ്ട് അവിടെ നിന്ന്. അറിയാം കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു എപ്പോഴൊരു കൂട്ടമായിട്ട് ആൾക്കാർ റൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അവർ വരട്ടെ, അവരുടെ ഒപ്പം അവിടെ ഒരുമിച്ച് റൈഡ് ചെയ്യാം.
ഇതേ പോണ ഡൂഡിലും കൊണ്ട് കുറേ പേരുണ്ട് കേട്ടോ റോഡിൽ. ഹായ്, ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഡെക്കാത്തലോണിൻ്റെ റൈഡാണ്, അതുകൊണ്ട് തന്നെ കഴിഞ്ഞാ. എത്ര പേരുണ്ടായിരുന്നു മൊത്തം? അവിടെ വർക്ക് ചെയ്യണതാണോ? 3 പേരല്ലേ? അതർവും ഞാനും പിന്നെ പ്രിൻസിപ്പൽ പോയി. ഹെൽമെറ്റിലാണ്ട് പോയ ആളാണോ? അല്ലല്ല, ഒരു 120. ഓക്കെ ഓക്കെ ഓക്കെ. മിസ്റ്റർ അതറു സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? 540 കാലങ്ങൾക്ക് ശേഷം എൻ്റെ ക്യാമറ കണ്ണുകളിൽ കൂടി 540. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോണ പരിപാടികൾ? റൈഡ് ഇന്ന് ആൾക്കാർ പാർട്ടിസിപ്പൻസ് കുറവാണെന്നാണോ? ഓക്കെ. പല സ്ഥലത്തും പല പേര് പ്രോഗ്രാം. തൃശ്ശൂർ തന്നെ 3-4 പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആനിവേഴ്സറി അവർ പക്ഷേ റൈഡ് ചെയ്യണില്ലല്ലോ. 10 മണിക്ക് ഹാളിലല്ലേ? ഇന്ന് സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ പരിപാടി ഉണ്ട് സുഹൃത്തുക്കളെ. ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു പരിപാടി. നമ്മുടെ പ്ലാൻ എന്താ? തിരിച്ച് ഡെക്കാത്തലോണിലേക്കോ? എന്തുണ്ട്? റിഫ്രഷ്മെന്റ്. അത് മതി. കൂൾ ഡൗൺ സെക്ഷൻ, സ്ട്രെച്ചിങ്. ഞാൻ സ്ട്രെച്ച് ചെയ്യേണ്ട കാലത്ത് ഇറങ്ങിയത് കേട്ടോ. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ഇത്. നിങ്ങളവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ടോ? സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ടുണ്ടോ? വാമപ്പ്. ഞാൻ വാമപ്പില്ല, കിടക്കപ്പായ നേരെ കൈയും കാലൊക്കെ ഒന്ന് അനക്കിയാണ് പോരാ ചെയ്ത്. ലെറ്റ്സ് സീ ഗൈസ്, തൃശ്ശൂർ എന്താ നടക്കണേന്ന്. സോ ഗൈസ്, നമ്മൾ തൃശ്ശൂർക്ക് കയറാൻ പോവാണ്. റൗണ്ടിലേക്ക് കയറി നോക്കി നോക്കാം എന്തൊക്കെയാണ് പരിപാടി ഉള്ളത്. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. പ്രത്യേകിച്ച് സൈക്ലിംഗ് ക്ലബിൻ്റെയും പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉണ്ടാവും കേട്ടോ. പരേഡും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പരേഡ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ യൂഷ്വൽ സ്പോട്ടിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ സൈക്ലേഴ്സ് തൃശ്ശൂർ എപ്പോഴാണ് വാർഷികം? ഇന്ന് 10 മണിക്കല്ലേ? എൻ്റെ എല്ലാവിധ വിഷസും അറിയിച്ചു കൊള്ളുന്നു. ഏതാ? അല്ല, അവരുടെ റൈഡ് ഉണ്ടോ? അവിടെ പ്രോഗ്രാം മാത്രമാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇന്നിപ്പോ പരേഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിലെല്ലാരും അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഫുൾ പ്രാക്ടീസ് ഇത് നടന്നുകൊണ്ടിരിക്കുക. ലെറ്റ്സ് ഗോ. നമുക്ക് ഒന്നുകൂടി റൗണ്ട് അടിക്കാം കേട്ടോ. ഇവരുടെ NCC പിള്ളേരല്ലേ ഇവര് പരേഡ് ചെയ്യണത്. ഇവരുടെ എന്തൊരു ഹൈറ്റാ എൻ്റെ അമ്മേ. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും.
ഫുൾ മോട്ടിവേഷനാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ അവരങ്ങോട്ട് ചെല്ലട്ടെ, നമുക്ക് പയ്യെ ഒന്ന് റൈഡ് ചെയ്തിട്ട് തൃശ്ശൂർ റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് പോകാൻ സുഹൃത്തുക്കളെ. വേറെ എന്തൊക്കെയാ പരിപാടി നോക്കിയിട്ട്, കാരണം എനിക്ക് 4 കിലോമീറ്റർ ആയിട്ടുള്ളൂ, അവർക്കിപ്പോൾ തന്നെ 10 കിലോമീറ്റർ ആയിട്ടുണ്ട്. കാരണം ഡെക്കാത്ലോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. കുറച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ബ്ലോക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ 10 മണിക്ക് ആകുമ്പോൾ തൃശ്ശൂർ ബ്ലോക്ക് ചെയ്യും മിക്കതും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ബെറ്റിക്കൂട്ടനെ നമ്മൾ ഈ സൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ ജോഷ് ബൈക്സ് സർവീസ് സെൻറ്റർ ആക്കി കേട്ടോ, താഴത്തെ സ്റ്റോർ സർവീസ് സെൻറ്റർ ആക്കി. അതാണ് ഈ ടൂൾസും സാധനങ്ങളൊക്കെ കാണുന്നത്. ഇതൊക്കെ സർവീസിന് വന്നിട്ടുള്ള വണ്ടികളാണ്. പിന്നെ 1-2 ഇവിടെ ഇരിക്കുന്നുണ്ട്, അവന്തിയുടെയും ക്രാഡിയാക്കിൻ്റെയും ഇതും. എടാ ഇവിടുത്തെ സ്റ്റോക്ക് എടുത്താൽ മുഴുവൻ, ഇവിടുത്തെ മുഴുവൻ എടുത്താൽ ആദ്യം മേലെന്ന് എടുത്തോ. അപ്പോൾ അനിയന് ഓരോ പണികൾ കൊടുത്തിരിക്കുകയാണ്, അവനാണ് എന്നെ സപ്പോർട്ട് ചെയ്യണത് ഗൈസ്. ഇത് ഒരു ഡെലിവറിക്കുള്ളതാണ്. നമുക്ക് ആൽഫ ലൈറ്റ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണതാണ്. സൈക്കിള് നമ്മുടെ ബെറ്റിക്കൂട്ടനെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3rd ഫ്ലോറിലുള്ള ജോഷ് ബൈക്സിൽ സോറി ഗൈസ് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണ്. ഇവിടെയും ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻ്റ് എടുക്കുന്ന ടൂള്, ആക്സസറീസ്, ബൈക്സ് അങ്ങനെല്ലാം ഓർഡറായി വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 3Dയിൽ കണ്ട പോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ആൾ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 3Dയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ റൈഡ് ഉണ്ട്. ഓണത്തിൻ്റെ റൈഡ് ചെറിയൊരു റൈഡ് ഓണത്തിൻ്റെ ഉണ്ട്, നോക്കട്ടെ. സ്റ്റേ ട്യൂൺ. എന്തായാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങൾ ഉപദ്രവിക്കാം. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നമ്മുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ ഇത്രയും വലിയ സ്റ്റോറും കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്യാനൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടാണ്. കീപ് സപ്പോർട്ടിങ്. സ്റ്റേ ട്യൂൺ. നാളെ കാണാം 6 മണിക്ക്. ടിൽ ദെൻ ബൈ.